2022 നടന്ന കേരള PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. 1. അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഏത്? അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഏത്? ഉത്തരം ഡി. മൈത്രി. 2. കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം സി. അമേരിക്ക. 3. ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണമായ കരിനിയമം. ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണമായ കരിനിയമം. ഉത്തരം എ. റൗലറ്റ് നിയമം. 4. താഴെ പറയുന്നതിൽ ഏത് നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്? താഴെ പറയുന്നതിൽ ഏത് നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്? ഉത്തരം സി. നുബ്ര. 5. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഡി. പശ്ചിമ ബംഗാൾ. 6. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? ഉത്തരം എ. ഗൗരി പാർവതിബായി. 7. ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം സി. ആന്ധ്രാപ്രദേശ്. 8. താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റീരിയോസ്കോപ്പ്? താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റീരിയോസ്കോപ്പ്? ഉത്തരം ബി. വിദൂര സംവേദനം. 9. ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം ഏത്? ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം ഏത്? ഉത്തരം സി. ഭൂതാൻ. 10. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ഇവരിൽ ആരായിരുന്നു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ഇവരിൽ ആരായിരുന്നു? ഉത്തരം എ. കെ. എം. 11. ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി. ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി. ഉത്തരം എ. FPTP സമ്പ്രദായം. 12. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? ഉത്തരം സി. സുകുമാർ സെൻ. 13. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏത്? 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏത്? ഉത്തരം എ. MKSS. 14. മിസോ നാഷണൽ ഫ്രണ്ട് MNF സ്ഥാപകൻ. മിസോ നാഷണൽ ഫ്രണ്ട് സ്ഥാപകൻ. ഉത്തരം ഡി. ലാൽ ഡങ്ക. 15. ഏത് ലക്ഷ്യം കൈവരിക്കാനാണ് 2003 വൈദ്യുതി നിയമം പ്രധാനമായും ലക്ഷ്യമിട്ടത്? ഏത് ലക്ഷ്യം കൈവരിക്കാനാണ് 2003 വൈദ്യുതി നിയമം പ്രധാനമായും ലക്ഷ്യമിട്ടത്? ഉത്തരം ബി. പുനരുപയോഗ യോഗ്യ ഊർജത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. പുനരുപയോഗം യോഗ്യമായ ഊർജത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. 16. കേശവാനന്ദ ഭാരതി കേസിൽ ചില തത്വങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രമാണങ്ങളാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. താഴെ പറയുന്ന അടിസ്ഥാന പ്രമാണങ്ങളിൽ അംഗീകരിക്കപ്പെട്ട തത്വങ്ങൾ ഏവ? കേശവാനന്ദ ഭാരതി കേസിൽ ചില തത്വങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. താഴെ പറയുന്നവയിൽ അടിസ്ഥാന പ്രമാണങ്ങളായി അംഗീകരിക്കപ്പെട്ട തത്വങ്ങൾ ഏവ? ഉത്തരം ഡി. മേൽ പറഞ്ഞവ എല്ലാം. 17. മൗലിക അവകാശ സംരക്ഷണത്തിനായി റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾ അധികാരം നൽകുന്ന ഭരണഘടന അനുച്ഛേദം ഏത്? മൗലിക അവകാശ സംരക്ഷണത്തിനായി റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾ അധികാരം നൽകുന്ന ഭരണഘടന അനുച്ഛേദം ഏത്? ഉത്തരം ബി. 226. 18. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടന അനുച്ഛേദം ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടന അനുച്ഛേദം ഏത്? ഉത്തരം സി. 32. ആർട്ടിക്കിൾ 32. 19. താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങൾ ഏവ? താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങൾ ഏവ? ഉത്തരം സി. 1, 3. 1 വിദ്യാഭ്യാസം, 3 വനം. 20.
1989 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏത്? 1989 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏത്? ഉത്തരം എ. പി.കെ. തുങ്കൻ കമ്മിറ്റി. 21 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതായത് RBIയുടെ പണനയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ബി. 1 ഉം 3 ഉം. 1. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കുറയ്ക്കുന്നതിനായി ഗവൺമെന്റ് ബോണ്ടുകൾ കമ്പോളത്തിൽ വിൽക്കും. 3. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കൂട്ടേണ്ടി വരുമ്പോൾ കമ്പോളത്തിൽ നിന്ന് ഗവൺമെന്റ് ബോണ്ടുകൾ വാങ്ങും. 22 താഴെ പറയുന്നവയിൽ ധനവുമായി ബന്ധപ്പെട്ട് തെറ്റായ വസ്തുത അല്ലെങ്കിൽ വസ്തുതകൾ ഏതെല്ലാം? ഉത്തരം സി. എ മാത്രം. എ. പണപ്പെരുപ്പമുള്ളപ്പോൾ ഗവൺമെന്റ് ചെലവുകൾ കൂട്ടുന്നു. 23 ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ഉത്തരം ബി ആണ്. 1, 2, 3. 1 ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ നയം ആനുപാതിക നികുതി. 2 മൊത്തം ധനകമ്മി മൊത്തം ചെലവ് മൈനസ് വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനം. 3 നീതി ആയോഗ് മൈനസ് ആസൂത്രണ സമിതിയുടെ പിൻഗാമി. ഇത് 3ഉം ശരിയാണ്. 24 ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിൽക്കുന്ന തൊഴിലില്ലായ്മയാണ്. ഉത്തരം ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയാണ്. ഉത്തരം സി. പ്രചരണ തൊഴിലില്ലായ്മ. 25 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ചോദിച്ചാൽ ഉത്തരം എ. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. 26 കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം സി. ചുണ്ടേൽ. 27 മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരെന്താണ്? മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരെന്താണ്? ഉത്തരം ബി. എറിത്രോപോയറ്റിൻ. 28 മാതാപിതാക്കൾ ഇരുവരുമോ അവരിൽ ആരെങ്കിലും നഷ്ടപ്പെട്ട സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പാക്കിയിരിക്കുന്ന സാമ്പത്തിക സഹായ പദ്ധതിയുടെ പേരെന്ത്? മാതാപിതാക്കൾ ഇരുവരുമോ അവരിൽ ആരെങ്കിലും നഷ്ടപ്പെട്ട സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പാക്കിയിരിക്കുന്ന സാമ്പത്തിക സഹായ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം ഡി. സ്നേഹപൂർവം. 29 താഴെ പറയുന്നതിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം എ. 30 താഴെ പറയുന്നതിൽ 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? അപ്പോൾ താഴെ പറയുന്നവയിൽ 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഉത്തരം ബി. ഒരു ഭൂമി മാത്രം. 31 212 ഡിഗ്രി F കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും? ഉത്തരം സി. 373 K. 32 10 kg മാസുള്ള ഒരു വസ്തുവിനെ നിരപ്പായ തറയിലൂടെ 10 മീറ്റർ വലിച്ചു നീക്കുന്നു എങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എത്രയായിരിക്കും? 10 കിലോ മാസുള്ള ഒരു വസ്തുവിനെ നിരപ്പായ തറയിലൂടെ 10 മീറ്റർ വലിച്ചു നീക്കുന്നു എങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എത്രയായിരിക്കും? ഉത്തരം ഡി. 0. 33 അസ്പിരിൻ ഏത് ഇനം ഔഷധ വിഭാഗത്തിൽപ്പെടുന്നു? ഉത്തരം എ. അനാൽജസിക്കുകൾ. 34 ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഏതാണ്? ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഏതാണ്? ഉത്തരം ബി. ഫ്യൂവൽ സെൽ. 35 ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ഏത്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ഏതാണ്? ഉത്തരം എ. കിലോഗ്രാം. 36 സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം ഹാർഡ് ഡിസ്ക് ആണ്. 37 ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇവയിൽ ഏതാണ്? 3 4 എക്സലും ജിങ്കും. 38 നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡാറ്റയുടെ അളവിനെ ഡാഷ് എന്ന് പറയുന്നു. നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡാറ്റയുടെ അളവിനെ ഡാഷ് എന്ന് പറയുന്നു. അവിടെ ഏതാണ് ചേർക്കേണ്ടത്? ഉത്തരം സി. ബാൻഡ് വിഡ്ത്ത്. 39 താഴെ പറയുന്നവയിൽ സെർച്ച്
എഞ്ചിൻ ഏത്? ഉത്തരം എ ഗൂഗിൾ. 40 ഐഡന്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന IT ആക്ട്. ഐഡന്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന IT ആക്ട്. ഉത്തരം സി IT ആക്ട് 66C. 41 സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം എ 1, 4 എന്നിവ മാത്രം. 1 1981 സ്ഥാപിതമായി. 4 കേരളത്തിൽ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു. 42 കോമൺവെൽത്ത് ഗെയിംസിനെ സംബന്ധിച്ച് അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക. കോമൺവെൽത്ത് ഗെയിംസിനെ സംബന്ധിച്ച് അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം ബി 2, 3 എന്നിവ മാത്രം. 2 2010 ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസ് ആതിഥേയത്വം വഹിച്ചു. 3 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇംഗ്ലണ്ടിൽ ബിർമിംഗ്ഹാമിൽ നടക്കും. 2 പട്ടികകളിലെ വിവരങ്ങളെ ചേരുംപടി ചേർക്കുക. താഴെ തന്നിരിക്കുന്ന 2 പട്ടികകളിലെ വിവരങ്ങളെ ചേരുംപടി ചേർക്കുക. 1 ഉത്തരം ഡി. 1 പടയണി തോറ്റം പാട്ടുകൾ. 2 പടയണി തപ്പ്. തെയ്യം തോറ്റം പാട്ടുകൾ. മുടിയേറ്റ് കാളിദാരിക വൃത്തം. പിന്നെ എന്താ മുടിയേറ്റ് കാളിദാരിക വൃത്തം. കുടിയാട്ടം എന്ന് പറയുന്നത് അതന്നെയാണ് കേട്ടോ. സംസ്കൃത നാടകം. 44 ഉത്തരം ഡി ആണ് കേട്ടോ. 44 മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ പ്രസ്താവനകൾ പരിശോധിച്ച് അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം ഡി ആണ്. 1ഉം 4ഉം ആണ്. മലയാളത്തിലെ 2ാമത്തെ നിശബ്ദ ചിത്രമാണ് മാർത്താണ്ഡവർമ്മ. 4 ഭാർഗവീനിലയം എന്ന സിനിമാകാധാരമായ കഥയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നീലവെളിച്ചം. 45 ആശാൻ കവിതകളുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം സി 1, 2, 4. 1 സ്രോതകൃതികൾ. 2 കൽപ്പനികത. 4 ഖണ്ഡവാക്യങ്ങൾ. 46 2026 ശീതകാല ഒളിമ്പിക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം 1ഉം 4ഉം ആണ്. 1 മിലാനും 4 കോർട്ടൻ ഡി അംബോഡ. വിവരങ്ങൾ ചേരുംപടി ചേർക്കുക. ഉത്തരം എ ആണ്. 1, 4, 2, 5, 3 1, 4 ഉത്തരം എ ആണ് കേട്ടോ. 48 2020 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ വ്യതിയാന കോൺഫറൻസുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായി തിരഞ്ഞെടുക്കുക. ഉത്തരം 1, 3 എന്നിവ മാത്രമാണ്. ഇന്ത്യയുടെ പുതിയ കരസേന മേധാവി ആരാണെന്ന് വെച്ചാൽ ഉത്തരം ബി ആണ്. ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ. 50 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വല്ലങ്കി താളം എന്ന കൃതിയുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായി തിരഞ്ഞെടുക്കുക. ഉത്തരം 1, 3 മാത്രം. 1, 3 എന്നിവ മാത്രം.